അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ കടുത്ത പ്രതിസന്ധിയിലേക്ക്. പാകിസ്ഥാൻ തലസ്ഥാനമായി ഇസ്ലാമാബാദിൽ നടക്കേണ്ട ഉച്ചകോടിയിൽ ഇറാൻ പങ്കെടുത്തേക്കില്ല എന്ന് വ്യക്തമായതോടെ മേഖലയിൽ യുദ്ധഭീതി വീണ്ടും ശക്തമായിരിക്കുകയാണ്. അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം അവസാനിപ്പിക്കാതെ ചർച്ചയ്ക്കില്ല എന്ന ഉറച്ച നിലപാട് ആവർത്തിക്കുകയാണ് ഇറാൻ. എന്നാൽ കരാറിൽ ഒപ്പിടാതെ ഉപരോധം പിൻവലിക്കില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നു. ബുധനാഴ്ച വൈകുന്നേരത്തിനുള്ളിൽ ധാരണയിൽ എത്തിയില്ല എങ്കിൽ ബോംബുകൾ പൊട്ടിത്തെറിച്ചു തുടങ്ങും എന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് ലോകരാജ്യങ്ങളെ ഒന്നാകെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഇറാനിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കിടയിലുള്ള ഭിന്നതയും ചർച്ചകളെ ബാധിക്കുന്നുണ്ട്. പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ ചർച്ചകളോട് അനുകൂല നിലപാട് സ്വീകരിക്കുമ്പോൾ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കടുത്ത എതിർപ്പിൽ ആണ്. ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രി വെറും 3 കപ്പലുകൾ മാത്രമാണ് ഹോർമോസ് വഴി കടന്നുപോയത്. 27 കപ്പലുകളെ സേന തിരിച്ചയച്ചു. ഇതോടെ ലോകം കടുത്ത ഇന്ധന പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നുപോകുന്നത്.